ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്നി. ഞാനിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളത്. ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാം ബാലൻസ് വന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയതാണ്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ചിക്കൻ കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാനിനി അങ്ങോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് ചിക്കൻ എടുക്കാം. അതിലേക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ. അതിനുശേഷം കുറച്ച് തൈരും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഞാനിതിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കും. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഏകദേശം ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്കിതിന് ക്യൂബായി കട്ട് ചെയ്തിട്ടുള്ള സവാള ഒരെണ്ണം, ഒരു 2 പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി ഒരെണ്ണം കട്ട് ചെയ്തതും ഞാനിതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച അതേ വെള്ളം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം ഉണ്ട്, അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യണ്ട, ഒരു 1 മിനിറ്റ് മാക്സിമം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കുറച്ചൊക്കെ ചിക്കൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വെച്ച ചിക്കന്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ആണെങ്കിലും ഒക്കെ ബാലൻസ് വന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഞാൻ ചെയ്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.